സിംഗിൾ ഓണർഷിപ്പിൽ 17,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. 35,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് 2021 മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന ഹുണ്ടായി i20 ആണ്. ആസ്റ്റിയാണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഫിനാൻസ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. 2019 മോഡൽ ഹുണ്ടായി വെന്യൂ ആണ്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് ഡീസൽ ആണ്. ഇത് നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. 2020 മോഡൽ ടാറ്റ അൾട്രോസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം. ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹുണ്ടായി ഇയോൺ ആയിട്ടാണ്. 2018 മോഡൽ വാഗണർ ഓട്ടോമാറ്റിക് ആണ്. ഒരു ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പുതിയ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നെഗോഷ്യബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റിയുള്ള മാക്സിമം ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് കാർ അടക്കം നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ലോ കിലോമീറ്റർ വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനമായിട്ടാണ്. 2015 മോഡൽ മാരുതി അൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് ആണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. 3,60,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. അതിലൊരു 1 lakh ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് 2021 മോഡൽ മാരുതി വാഗണർ ആണ്. 1.2 ആണ്. ZXI ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 17,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസിൽ 5,95,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. അതിൽ നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് 2014 മോഡൽ മാരുതി അൾട്ടോ 800 ആണ്. LXI ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 90,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററിയിലുള്ള വാഹനം. പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി അടക്കം ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. 2,40,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചെയ്യുന്നത്. അതിൽ 35,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് 2021 മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന ഹുണ്ടായി i20 ആണ്. ആസ്റ്റിയാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററിയിലുള്ള വാഹനം. 25,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. 7,40,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. അതിൽ നമുക്കൊരു 60,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 2017 മോഡൽ ലിവയാണ്. G ആണ് ഓപ്ഷൻ വരുന്നത്. 1.2 ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. 4,95,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. അതിൽ ഫുൾ ഫിനാൻസ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 2019 മോഡൽ ഹുണ്ടായി വെന്യൂ ആണ്. S ആണ് വേരിയന്റ് വരുന്നത്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് ഡീസൽ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് 45,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള വാഹനം. 8,60,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. അതിൽ നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹുണ്ടായി ക്രെറ്റയാണ്. E+ ആണ് വേരിയന്റ് വരുന്നത്. 2016 മോഡലിൽ ഫ്യൂൽ ടൈപ്പ് വരുന്നത് ഡീസൽ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ലാത്ത കറക്റ്റ് ഹിസ്റ്ററിയുള്ള വാഹനം. 1,90,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 6,70,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. അതിൽ നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 2020 മോഡൽ ടാറ്റ അൾട്രോസ് ആണ്. XZ ആണ് വേരിയന്റ് വരുന്നത്. 1.2 ആണ്. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 25,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ലാത്ത കറക്റ്റ് ഹിസ്റ്ററിയുള്ള വാഹനം. 5,90,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. അതിൽ നമുക്കൊരു 70,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാരുതി ബലേനോ ആണ്. 2018 മോഡലിൽ ഡെൽറ്റയാണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം. ഫ്യൂൽ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ്. 86,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 6,10,000 രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് പ്രൈസ് ചോദിക്കുന്നത്. അതിൽ നമുക്കൊരു 80,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹുണ്ടായി ഇയോൺ ആയിട്ടാണ്. 2013 മോഡൽ മാഗ്ന പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത 1,10,000 കിലോമീറ്റർ റൺ ചെയ്ത വാഹനം. 1,98,000 രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. അതിൽ നമുക്ക് ഫുൾ ഫിനാൻസ് ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. 2017 മോഡൽ റെനോൾട്ട് കിഡ് ആണ്. RXT ആണ്. 1000cc ആണ് വരുന്നത്. 70,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം. 3,50,000 രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ചോദിക്കുന്നത്. അതിൽ നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 2018 മോഡൽ വാഗണർ ഓട്ടോമാറ്റിക് ആണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 31,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 4,70,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. അതിൽ നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 10ഓളം വാഹനങ്ങൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും മാക്സിമം ഫിനാൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. മാക്സിമം ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു.